സംഭവം കുറച്ച് ദിവസമായിട്ടോ എന്റെ സർപ്രൈസ് ബേബി ഷവർ പാർട്ടി നടത്തി എന്റെ വീഡിയോ വ്ളോഗ് ആയിട്ട് പോസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ട്, പക്ഷെ എവിടെ ടൈം കിട്ടണ്ടേ? കുട്ടിക്ക് എന്തായാലും 5-6 മാസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്റെ കസിന്റെ സർപ്രൈസ് ബേബി ഷവർ പാർട്ടി എന്റെ ഉമ്മയും എന്റെ സിസ്റ്ററും അതേപോലെ കസിന്റെ ഉമ്മയും കൂടി ചേർത്ത് നടത്തിയ ഒരു പ്ലാൻ. അതിൽ ഹസ്ബൻഡ് ചെറിയൊരു ഭാഗമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഹസ്ബൻഡ് എന്തായാലും കഴിവിന്റെ പരമാവധി ആക്ട് ചെയ്തിട്ടാണ് എന്നെ ഇവിടെ എത്തിച്ചത്. എന്നാലും മോനാദ്യം എന്റെ ചെവിയിൽ അത് പാളീസാക്കിയിട്ടുണ്ട്. മമ്മ എന്തോ സർപ്രൈസ് ബേബി ഷവർ എന്നുള്ള പ്ലാൻ നടക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങള് കണ്ട് ഞെട്ടിയത് കണ്ടില്ലേ? കേറി വന്നപ്പോ തന്നെ കുറച്ച് ഇമോഷണൽ ആയിട്ടോ ഞാൻ. പിന്നെ അതാ എന്റെ സിസ്റ്റർ ഇവിടെ നല്ല 2 കോസ്റ്റ്യൂംസ് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഡ്രസ് ചെയ്ത് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. എന്നിട്ട് ഞങ്ങളെ ഫസ്റ്റ് ബോൺസ് ആണ് ഞങ്ങളെ ഷോളിന്റെ കളർ ഡിസൈഡ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ടിംഗ് പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ഷാർജ മൊബൈലിലുള്ള കേക്ക് ഇറ്റ് ഈസി ആണ് ഇത്രയും അടിപൊളിയായിട്ട് കേക്ക്സ് ആൻഡ് മഫിൻ സെറ്റ് ചെയ്ത് നമുക്ക് തന്നത്. പിന്നെ ഞങ്ങളെ മോംസ് ആണ് ഞങ്ങൾക്ക് മോം ടു ബി എന്നുള്ള റിബൺ ഇട്ടുന്നത്. പിന്നെയാണ് ഹസ്ബൻഡ്സിനോട് പറഞ്ഞത് തലയിൽ ക്രൗൺ ഇട്ടരാൻ. അപ്പൊ 2 ആളെ ഹസ്ബൻഡ്സും നാണം കുടുങ്ങിയിട്ട് മക്കളെ കയ്യിൽ അത് എന്തായാലും ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കേക്ക് കട്ടിംഗ് പരിപാടി ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡിലേക്ക് കിടക്കുകയാണ്. ഷാർജ മൊബൈലുള്ള കറാച്ചി സ്റ്റാർ റെസ്റ്റോറന്റ് ഫുൾ പാകിസ്ഥാനി മെനു ആയിരുന്നു. അടുത്തത് നമ്മൾ ഗെയിംസ് പരിപാടിയിലേക്കാണ് കിടക്കുന്നത്. അടിപൊളി ഗെയിംസ് ആണ് കളിച്ചത്. ഫസ്റ്റ് നമ്മൾ ബേബി ബിങ്കോ ആണ് കളിച്ചത്. ഫസ്റ്റ് ഗെയിമിന്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞ് ഡാൻസ് ടു വീക്കുള്ള ഗെയിമാണ് അടുത്തത്. നമ്മൾ ടെഡിന് ഡയപ്പർ ഇട്ട് കൊടുക്കുക. കസിന്റെ ഹസ്ബൻഡ് 26 സെക്കൻഡിൽ ജയിച്ചിട്ടുണ്ട്. എന്റെ കെട്ടിയോന് മനസ്സിലായിട്ടല്ല എത്രയും പെട്ടെന്നാണ് നമ്മൾ ഇത് കെട്ടിക്കൊടുക്കേണ്ടത്. അടുത്ത ഗെയിമാണ് ബേബിന്റെ വായിൽ പെസിഫയർ വെച്ചു കൊടുക്കുക. ആള് ഫുൾ കള്ളപ്പറക്കാണെങ്കിലും കറക്റ്റ് സ്ഥലത്ത് അത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പിന്നെയാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്. എന്റെ കൊണ്ട് നടന്നില്ല കേട്ടോ. എന്തായാലും സംഭവം ആകെ ടയർഡാണ് കേട്ടോ. അങ്ങനെ പരിപാടികളൊക്കെ കഴിച്ച് ഞങ്ങളാകെ സൈഡായി. ഷാർജ മജാസ് കോർണിഷിന്റെ അടുത്തുള്ള മാർബെല്ല റിസോർട്ടിലാണ് ഇവരിങ്ങനെ റൂം എടുത്ത് ഒരു പാർട്ടി പ്ലാൻ ചെയ്തത്. സംഭവം ഇങ്ങനെ അലൗഡ് ഇല്ലെങ്കിൽ പോലും നമ്മളത് അത്രയും ക്ലീൻ ആയിട്ടാണ് അവർക്ക് തിരിച്ചേൽപ്പിച്ചത്. ഇതൊരു സ്റ്റേക്കേഷൻ കം ബേബി മൂൺ എന്നൊക്കെ പറഞ്ഞ ഒരു ഗിഫ്റ്റ് ആണ് ഫാമിലി എനിക്ക് പ്രൊവൈഡ് ചെയ്തതിന്. അങ്ങനെ നമ്മൾ ബേബി ഷവർ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചതാ വീട്ടിലേക്ക് പോവുകയാണ്. സംഭവം ഇത് ആർഭാടായിട്ടൊക്കെ തോന്നുന്നുണ്ടാവും, പക്ഷെ ചെറിയ രീതിയിൽ നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസ് ആണ് ഇതൊക്കെ. അതേപോലെ മോന്റെ ടൈമിലൊന്നും ഹസ്ബൻഡ് കൂടെ ബേബി ഷവർ ഒന്നും നടത്താൻ കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരു ആഗ്രഹം ഒരു പൂർത്തിയാക്കി തന്നു എന്നുള്ളൂ. ഓക്കെ, ശരി, ബൈ. ഇനി അടുത്ത വ്ളോഗിൽ കാണാം.